السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. പരിശുദ്ധ ഖുർആനിലെ 111 അധ്യായമായ സൂറത്തുൽ മസദിലെ ആദ്യത്തെ 2 സൂക്തങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കുടുംബക്കാരെ സത്യദീനിലേക്ക് ക്ഷണിച്ചപ്പോൾ സ്വന്തം പിതൃവ്യനായ അബൂലഹബ് ശപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോഴാണ് ഈ സൂറത്ത് അവതീർണമാകുന്നത്. ഈ അധ്യായത്തിലെ ആദ്യ ആയത്ത് അഥവാ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: അബൂലഹബിന്റെ 2 കൈകളും നശിക്കട്ടെ, അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ 2 കൈകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബൂലഹബിന്റെ ശക്തിയെയും പ്രവർത്തനത്തെയുമാണ്. ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത് കൈകൾ കൊണ്ടായതിനാലാണ് അങ്ങനെ പ്രയോഗിച്ചത്. തബ്ബസ്, ആദ്യം പറഞ്ഞ തബ്ബസ് എന്നത് ഒരു പ്രാർത്ഥന പോലെയാണ്, നശിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ രണ്ടാമത് പറഞ്ഞ വതബ്ബ, അവൻ നശിച്ചു എന്നത് അത് അള്ളാഹുവിൽ നിന്നുള്ള തീരുമാനമാണ്. അഥവാ അബൂലഹബിന്റെ ഇഹലോകത്തെ പ്രവർത്തനങ്ങളൊക്കെ പരാജയപ്പെട്ടു, പരലോകത്താണെങ്കിൽ അവൻ ശിക്ഷാർഹനായി മാറുകയും ചെയ്തു. ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട അബൂലഹബ്, അവന്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. എന്നാൽ ഖുർആൻ അവനെ വിളിച്ചത് അബൂലഹബ് എന്നാണ്, അഗ്നിജ്വാലയുടെ പിതാവ്. അങ്ങനെ അബൂലഹബ് എന്ന് വിളിക്കാൻ കാരണം അവൻ നരകത്തിലേക്ക് പോകേണ്ടവനാണ് എന്ന സൂചന നൽകാനാണ്. അധ്യായത്തിലെ 2-ാം വചനം ഇങ്ങനെയാണ്: മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന്റെ ധനമോ അവൻ സമ്പാദിച്ചതോ അവൻ ഉപകരിച്ചില്ല. ഇവിടെ സമ്പത്ത് എന്നത് അവൻ പാരമ്പര്യമായി കൈവശം വെച്ച ധാരാളം സ്വത്തും, കസബ എന്ന് പ്രയോഗിച്ചത് അവന്റെ മക്കളെയുമാണ് അർത്ഥമാക്കുന്നത്. ഇസ്ലാമിനെ എതിർക്കാൻ അവൻ തന്റെ സമ്പത്തും മക്കളെയും ഉപയോഗിച്ചിരുന്നു. അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ അവന്റെ കൈവശമുള്ള അധികാരമോ പണമോ മക്കളോ അവൻ രക്ഷിക്കാൻ എത്തിയില്ല. സത്യവിശ്വാസത്തിന് പകരമായി ദുനിയാവിലെ ഒരു ശക്തിയും മനുഷ്യനെ രക്ഷിക്കാനാവില്ല എന്ന വലിയ സന്ദേശവും പാഠവുമാണ് ഈ അധ്യായം നൽകുന്നത്. പരിശുദ്ധ ഇസ്ലാമിനെ, സത്യസന്ദേശത്തെ അഹങ്കാരത്തോടെ തള്ളിക്കളയുന്നവർക്ക് ലഭിക്കുന്ന തിരിച്ചടിയാണ് ഈ അധ്യായം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. സ്വന്തം കുടുംബമുണ്ടായിട്ടും അബൂലഹബ് പരാജയപ്പെട്ടത് അയാൾ സത്യത്തെ നിഷേധിച്ചത് കൊണ്ടാണ്. ഈ അധ്യായത്തിനെ വിശേഷിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിനുള്ള തെളിവായിട്ടാണ്. കാരണം ഈ സൂറത്ത് ഇറങ്ങിയ ശേഷം വർഷങ്ങളോളം അബൂലഹബ് ജീവിച്ചിരുന്നിട്ടും അയാൾക്ക് കപടമായി പോലും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. ഖുർആൻ പറഞ്ഞത് സത്യമായി പുലർന്നു. ഈ സൂറത്ത് ഇറങ്ങുന്നത് അബൂലഹബ് മരിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ അബൂലഹബ് നരകവാസിയാണ്. അവൻ നരകവാസിയാണെന്നും അവൻ ഒരിക്കലും വിശ്വസിക്കില്ലെന്നും അള്ളാഹു ഇതിലൂടെ ലോകത്തോട് പ്രഖ്യാപിച്ചു. അബൂലഹബിന് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ വിശ്വസിച്ചു എന്ന് കള്ളം അഭിനയിക്കാമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ച്, അവന്റെ തീരുമാനം അനുസരിച്ച് അബൂലഹബിന് അത് സാധിച്ചില്ല. ഖുർആൻ പറഞ്ഞത് അക്ഷരം പ്രതി പുലർന്നു. ഇത് ഖുർആന്റെ വലിയൊരു ഇജാസാണ്, വലിയൊരു അത്ഭുതമാണ്. അതോടൊപ്പം ആദ്യ വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, അബൂലഹബിന്റെ യഥാർത്ഥ പേരായ അബ്ദുൽ ഉസ്സ അഥവാ ഉസ്സ എന്ന വിഗ്രഹത്തിന്റെ അടിമ എന്നത് ഖുർആൻ പ്രയോഗിച്ചില്ല. യഥാർത്ഥ പേര് ഇവിടെ അള്ളാഹു ഉപയോഗിച്ചില്ല. കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഒരു വിഗ്രഹത്തിന്റെ പേര് ചേർത്ത് ഒരാൾ വിളിക്കുന്നത് അത് ഉചിതമല്ല. പകരം ആ വ്യക്തിയുടെ സ്വഭാവത്തിനും അതല്ലെങ്കിൽ ആത്യന്തികമായ അന്ത്യത്തിനും യോജിച്ച പേര് അത് അബൂലഹബ് എന്ന് വിളിക്കലാണ്. അഗ്നിജ്വാലയുടെ ആൾ അല്ലെങ്കിൽ അഗ്നിജ്വാലയുടെ പിതാവ്.
അതുകൊണ്ടാണ് ആ പേര് തന്നെ അള്ളാഹു തെരഞ്ഞെടുത്തത്. രണ്ടാമത്തെ ആയത്തിൽ പ്രയോഗിച്ചിട്ടുള്ള കസബ, സമ്പാദ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ മക്കളെയാണ്. അബൂലഹബ് എപ്പോഴും പറയുമായിരുന്നു, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ശിക്ഷ സത്യമാണെങ്കിൽ എൻ്റെ മക്കളെയും സമ്പത്തിനെയും പകരമായി നൽകി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം. ഇതിനുള്ള മറുപടിയാണ് ഈ ആയത്ത്. അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ മക്കൾക്കോ സമ്പത്തിനോ ഒരാളെയും തടയാൻ കഴിയില്ല. ചുരുക്കത്തിൽ ഈ രണ്ട് വചനം നമുക്ക് നൽകുന്ന വലിയ പാഠം, സത്യത്തെ അഹങ്കാരത്തോടെ തള്ളിക്കളയുന്നവർക്ക് അവരുടെ കുടുംബ മഹിമയോ സമ്പാദ്യമോ സന്താനങ്ങളോ തുണയാകില്ല എന്ന വലിയ താക്കീതാണ്. അള്ളാഹു നമ്മെ നേർവഴിയിൽ ഉറപ്പിച്ചു നിർത്തട്ടെ.